ബിഗ് ബോസ് മലയാളം സീസൺ 6 അതിന്റെ കലാശക്കൊട്ടിലേക്ക് എത്തുകയാണ്. ഇവിടെ മത്സരാർത്ഥികളുടെ ഗെയിമും വഴിത്തിരിവിലേക്ക് വരുന്നു. പല ആൾക്കാരും കളം മാറ്റി ചവിട്ടി തുടങ്ങി. ഇന്നലെ വരെ ഇഷ്ടമില്ലാതിരുന്ന പല ആൾക്കാരെയും ഇപ്പോൾ പലരും ചേർത്ത് നിർത്തുവാനും കൂടെ നിൽക്കുവാനും താല്പര്യപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവർക്കൊക്കെ മനസ്സിലായി, കാലങ്ങൾക്ക് മുമ്പേ പുറത്തു പോകും എന്ന് അവർ മനസ്സിൽ കുറിച്ചു വെച്ചിരുന്ന പല വ്യക്തികളും ഫൈനൽ 5ലേക്ക് നീങ്ങുവാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ അവരോട് കഴിഞ്ഞ നാളുകളിൽ മറയില്ലാതെ യുദ്ധം നടത്തിയ പല വ്യക്തികളും പതിയെ മയപ്പെടുവാൻ തുടങ്ങി, അല്ല അവരെ സന്തോഷിപ്പിക്കുവാൻ തുടങ്ങി. അങ്ങനെയുള്ള കാഴ്ചകൾ കഴിഞ്ഞ ആഴ്ച മുതൽ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ആരൊക്കെയാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതെ, കൃത്യമായിട്ട് പലരുടെയും ഗെയിമുകൾ മാറി തുടങ്ങി. ഇത്രയും നാളും കാട്ടിക്കൂട്ടിയ കച്ചറയൊന്നും ഇനി കാണിക്കാൻ പാടില്ല. എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ അത് വലിയ നഷ്ടമായിരിക്കും സംഭവിക്കുക എന്നുള്ള തിരിച്ചറിവിലാണ് സകലരും വളരെ അലേർട്ടായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇന്നലെ ബിഗ് ബോസ് ഒരു ടാസ്കുമായിട്ട് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ വരികയാണ്. നിങ്ങൾക്ക് പലർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പരസ്പരം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞു തീർക്കാനുള്ള ഒരു അവസരമാണ്. മുഖത്ത് നോക്കി പറയാൻ മടിയുള്ള ആൾക്കാർക്ക് ഒരു സ്ക്രീൻ വെച്ചിട്ട് മുഖം നോക്കാതെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങ് തീർന്നോട്ടെ, നിങ്ങൾ പോയി സംസാരിച്ചോളൂ എന്ന് പറഞ്ഞ് ആൾക്കാരെ വിടുകയാണ്. നോറ ആ അവസരം മുതലെടുക്കുവാൻ വേണ്ടി ചൂസ് ചെയ്തത് ജാസ്മിനെയാണ്. ആരംഭ സമയം മുതൽ ജാസ്മിനെ കണ്ണു തുറന്നാൽ നോറയ്ക്ക് കണ്ടുകൂടാ. ശത്രുത പ്രഖ്യാപിക്കുകയും നിന്നെ എനിക്ക് ഇഷ്ടമില്ല ഇത് തന്നെ വല്ലാതെ വിളിച്ചു പറയുകയും ചെയ്തൊരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പോൾ ഒരു സോഫ്റ്റ് കോർണർ മെന്റാലിറ്റി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഫൈനൽ 5ലേക്ക് ജാസ്മിൻ എത്തും എന്നുള്ളൊരു ചിന്ത നോറയുടെ അകത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തിനാണ് ആ പ്രശ്നമൊക്കെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്? എന്നാൽ പിന്നെ നമുക്ക് ഇവിടെ വെച്ചത് അങ്ങ് അവസാനിപ്പിച്ചേക്കാം എന്നുള്ള രീതിയിൽ കൂട്ടുകൂടുവാനുള്ള ഒരു ശ്രമം നടക്കുകയാണ്. പക്ഷേ അതിനെ ജാസ്മിൻ അങ്ങ് പൊട്ടിച്ചു കൊടുത്തു. ജാസ്മിൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഇവിടെ ഗെയിമിൽ പിടിച്ചു കയറുവാൻ വേണ്ടി ഉപയോഗിച്ചൊരു വള്ളി മാത്രമാണ് ഞാൻ, അല്ലാതെ നിനക്ക് യാതൊരു ഇതുകൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ അതിനെ പൊളിച്ച് കയ്യിൽ കൊടുക്കുകയാണ്. അതിനുശേഷം സിജോയും അഭിഷേകും കൂടിയാണ് വന്നത്. അവിടെ സിജോ ഒരു മാനസിക വിഷമം പോലെ കാര്യം പറയുകയാണ്. സിജോയ്ക്ക് വ്യക്തിപരമായി തന്നെ ഹർട്ട് ചെയ്തൊരു വിഷയം, ആ വിഷയത്തെ നോറ എങ്ങനെയായിരുന്നു നോക്കിക്കണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നോറയോട് അതിനെക്കുറിച്ച് പോയി സിജോ സംസാരിക്കുന്നു. എന്നാൽ പിന്നീട് നോറയെ സമീപിച്ചിട്ട് അഭിഷേക് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് അവൻ്റെ ഗെയിമാണ്, അതിന് നീ സ്പേസ് കൊടുക്കരുത് എന്നുള്ളത്. ഇത് അഭിഷേകിന്റെ അവിടുത്തെ ഒരു സ്ഥിരം പരിപാടിയാണ്. ആരവിടെ സ്പേസ് എടുക്കുവാൻ ശ്രമിക്കുന്നുണ്ടോ അത് ഇല്ലാതെയാക്കുക, എന്നിട്ട് സ്വന്തമായിട്ടൊരു സ്പേസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ഗെയിം സ്ട്രാറ്റജിയാണ്. അപ്പം നോറ എടുക്കൽ പോയി പറയുകയാണ്, സിജോ വന്ന് അതിനെപ്പറ്റി ക്ലാരിഫിക്കേഷൻ നടത്താൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നീ നിന്നു കൊടുക്കരുത്, നീ അതിനൊരു സ്പേസ് കൊടുക്കരുത്, അതിന്റെ ഗെയിം തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞേക്കണം എന്ന് പറഞ്ഞിട്ട് ഇത് വഴി തിരിച്ചു വിടുവാൻ ശ്രമിച്ചു. ഇതും സിജോ തിരിച്ചറിയുന്നുണ്ട്. അതിനെപ്പറ്റിയാണ് സിജോ സംസാരിക്കുന്നത്. ആ സമയത്ത് എടുത്തടിച്ച് അദ്ദേഹം പറയുകയാണ്, അതെൻ്റെ ഒരു ഗെയിമാണ്. അപ്പോൾ സിജോ പറയുന്നു, അതെൻ്റെ വ്യക്തിപരമായൊരു വിഷയമല്ലേ, അതെന്നെ ഹേർട്ട് ചെയ്ത വിഷയമാണ്, അതെങ്ങനെ ഗെയിം ആകുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നീയും ഇവിടെ ഗെയിമല്ലേ കളിച്ചുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ടാസ്ക് നടന്നപ്പോൾ നീ സോപ്പ് സിബിലും ബട്ടൺസിലും ഒക്കെ ഉരച്ച് ഓടിച്ചു കളഞ്ഞില്ലേ, അത് നിന്റെ ഗെയിം സ്ട്രാറ്റജി അല്ലേ? എന്നതുപോലെ എൻ്റെ ഗെയിം സ്ട്രാറ്റജിയാണിത്. സിജോ വീണ്ടും പറയുകയാണ്, അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യരുത്, ഇതെന്നെ വ്യക്തിപരമായി അലട്ടുന്ന ഒരു എൻ്റേതായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഗെയിമിനെ കുറിച്ചല്ല. അപ്പോൾ അഭിഷേക് കണ്ണിൽ ചോരയില്ലാത്ത പോലെ പറയുകയാണ്, ഞാനെല്ലാം ഒരുപോലെയാണ് നോക്കിക്കാണുന്നത്, എനിക്കെല്ലാം ഇവിടെ ഗെയിം തന്നെയാണ്. സംസാരം അവിടെ നിർത്തി എഴുന്നേറ്റ് പോയി. പക്ഷേ അതിനകത്തുകൂടി ഒരു അഡ്വാൻറ്റേജ് ലഭിച്ചത് സിജോയ്ക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2-3 ആഴ്ച കൂടി ഇനി കളി മുൻപിൽ കിടക്കുകയാണ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഭിഷേകിന്റെ ഓരോ നീക്കങ്ങളും ഗെയിം തന്നെയാണ് എന്ന രീതിയിൽ നോക്കിക്കാണുവാനും കരുതലോടെ നീങ്ങുവാനുമുള്ള ഒരു സൂചന അദ്ദേഹത്തിന് അഭിഷേക് തന്നെ മുൻപിൽ കൊണ്ടുവന്ന് ഇട്ടുകൊടുത്തു. പിന്നീട് വീണ്ടും നോറ സിജോയെയും വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. സിജോയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നോറ അവിടെ കാട്ടിക്കൂട്ടിയതൊക്കെ എൻ്റെ പൊന്നെ, എന്താണ് ഇതിനെയൊക്കെ പറയേണ്ടത്? പ്രേക്ഷകരുടെ മുൻപിൽ അങ്ങേയറ്റം വെറുപ്പുളവാക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങളാണ് അവിടെ നടത്തിയത്. ലാലേട്ടൻ പോലും ഇത് കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ്. തുടങ്ങിയ ദിവസം മുതൽ എന്തൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ടോ അത് മുഴുവനും പറഞ്ഞു തീർക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഒരു 3 ദിവസം കൊടുത്തിരുന്നെങ്കിൽ ആ 3 ദിവസവും ശ്വാസം വിടാൻ സിജോയ്ക്ക് അനുവാദം കൊടുക്കാത്ത രീതിയിൽ നോറ സംസാരിച്ചു കൊണ്ടേയിരുന്നേനെ. എത്രത്തോളം ഇങ്ങനെ ഒരാളിന് പെരുമാറുവാൻ പറ്റുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. എന്തായാലും നോറ എന്ന് പറയുന്ന ഒരു വ്യക്തി ശരിയായിട്ട് പ്രേക്ഷകരുടെ മുൻപിൽ ഒന്നുകൂടി എക്സ്പോസ് ചെയ്യപ്പെട്ട ഒരു ദിവസമായിരുന്നു ഇന്നലെ രാത്രി. ഈ വീക്കെൻഡ് എപ്പിസോഡുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോറയ്ക്കൊന്ന് അർമാദിക്കാനുള്ള ദിവസമായിട്ടാണ് നോറയുടെ മനസ്സിലുള്ളത്. പക്ഷേ ഇന്നലെ അത് 8 നിലയിൽ പൊട്ടി പൊളിച്ച് തകർത്ത് കളഞ്ഞു. നോറ തന്നെയാണ് അത് നശിപ്പിച്ച് കളഞ്ഞത്. ഇവിടെ മുഖത്ത് നോക്കി പറയാൻ പറ്റാത്ത കാര്യങ്ങൾ മറഞ്ഞിരുന്നു കൊണ്ട് സംസാരിച്ച് അതിനുള്ള മറുപടി പറയാനുള്ള ഒരു അവസരം കൊടുക്കണ്ടേ? പരിമിതമായ സമയം മാത്രമേ ഉള്ളൂ. ഈ സംസാരത്തിനിടയിൽ സിജോ പറയുന്നുണ്ട്, എനിക്ക് സംസാരിക്കാൻ അവസരം തരണമെന്ന്. തരാം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും 100 മൈൽ സ്പീഡിൽ അടിച്ചു വിട്ടു പോവുകയാണ്. ഒടുവിൽ ബസർ ശബ്ദം കേട്ടു. നോറയ്ക്ക് ഒരു പക്ഷേ ഇതായിരുന്നു ആവശ്യം, തിരിച്ചിങ്ങോട്ടൊന്നും പറയരുത്, അങ്ങോട്ട് കേൾപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ ഇവിടെ പുച്ഛത്തോടും വെറുപ്പോടും കൂടിയാണ് പ്രേക്ഷകർ ഇത് കണ്ടിരിക്കുന്നതെന്നും താനാണ് ഇവിടെ അപഹാസ്യയായി മാറുന്നതെന്നും നോറയ്ക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല.
സത്യത്തിൽ ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരുന്ന വ്യക്തികളിൽ എത്ര പേർ ചോദിച്ചിട്ടുണ്ടാകും ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. അത്രമാത്രം താൻ തന്നെ തുറന്നു കാണിക്കുകയായിരുന്നു. അവസാനമായിട്ട് ജിൻഡോയുടെ ഒരു ഊഴം വന്നപ്പോൾ ജിൻഡോ അവിടെ ഇരുത്തി തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ വീട്ടിലെ അട്ടർ ഫേക്ക് ആണ് എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും അറിയാം. അവിടെ നോറ തകർന്ന് തരിപ്പണമായി പോവുകയാണ്. ജിൻഡോ ഇത്രയും കാലം എന്തൊക്കെയാണോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് അതെല്ലാം സത്യമായിരുന്നു എന്നുള്ളത് ഇന്നലെ നോറ തന്നെ അവിടെ തെളിയിച്ചു കൊടുക്കുകയായിരുന്നു. ആർക്കും ഒന്നും സംസാരിക്കാനുള്ള സ്പേസ് ഇല്ല, തനിക്ക് പറയാനുള്ളത് മാത്രം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നോറ. ചുരുക്കി പറഞ്ഞാൽ ഇരിക്കുന്ന കൊമ്പും മുറിച്ചുകൊണ്ട് നിലം പതിച്ചു എന്ന് പറയുന്നതാണ് നല്ലത്. തീർന്നില്ല, ഇന്നത്തെ ലൈവിലും സിജോയോട് എനിക്ക് ക്ലാരിറ്റി വരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളം നടക്കുകയാണ്. അവസാനം പൊറുതി മുട്ടിയിട്ട് സിജോ പറയുകയാണ്, 5 ദിവസം കൂടെ നിന്റെ മുൻപിലുണ്ട്, നീ ക്ലാരിറ്റി വരുത്തിക്കോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നോറ പറയുകയാണ്, പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടത്തക്കവണ്ണം ഞാനതിന് ക്ലാരിറ്റി കൊടുക്കും. അപ്പോൾ വീണ്ടും സിജോ അവസാനമായിട്ട് പറഞ്ഞു വെച്ചൊരു കാര്യം ഇതാണ്, 5 ദിവസം നിന്റെ മുൻപിലുണ്ട്, അത് കഴിയുമ്പോഴേക്കും നീ എയർപോർട്ടിൽ പോയി ഇറങ്ങും, അവിടെ ചെന്നിട്ട് ഒരു മൈക്ക് എടുത്ത് വെച്ചിട്ട് മുഴുവൻ ആൾക്കാരും കേക്കെ പറഞ്ഞ് ക്ലാരിറ്റി വരുത്തിക്കോളൂ എന്ന് പറഞ്ഞ കോൺവെർസേഷൻ അവിടെ അവസാനിപ്പിക്കുകയായിരുന്നു. അതിനു മാത്രം എന്തായാലും നോറ തിരിച്ചൊന്നും പ്രതികരിച്ചില്ല. കാരണം അടുത്ത ആഴ്ച പോകും എന്ന് പറഞ്ഞത് തന്റെ ഹൃദയത്തിനകത്ത് ഒരു ഷോക്കായിട്ടുണ്ട്. എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ എന്തായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.